എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. ഈ വീഡിയോയിൽ നമ്മൾ ഗാലക്സി M20യുടെ ഫുൾ റിവ്യൂ ആണ് ചെയ്യുന്നത്. 2 ആഴ്ചയ്ക്കിടയിൽ ഈ ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ ഡിവൈസ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായും കാണുക. എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊരു 5 മേഖലകളിലായിട്ട് പറയുന്നുണ്ട്. 1 ബിൽഡ് ക്വാളിറ്റി, 2 സ്ക്രീൻ ആൻഡ് മീഡിയ, 3 ക്യാമറ, 4 പെർഫോമൻസ്, 5 സോഫ്റ്റ്വെയർ ആൻഡ് ഫീച്ചേഴ്സ്. ഇതിൽ ബിൽഡ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ആദ്യമേ ചർച്ച ചെയ്യാം. ഗാലക്സി M20യുടെ കാര്യത്തിൽ ഒത്തിരിയേറെ ചിലവ് ചുരുക്കലുകൾ സാംസങ് നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലാണ്. മുഴുവൻ പ്ലാസ്റ്റിക്കാണ്, മെറ്റലിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അസ്യൂസൊക്കെ പ്ലാസ്റ്റിക് വെച്ചിട്ടല്ലേ ബോർഡ് ചെയ്യുന്നത്? അതെ, പക്ഷേ അവരങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫിനിഷ് കൊടുക്കും, ഒരു പാറ്റേൺ കൊടുക്കും, ഒരു ഡിസൈൻ എലമെൻറ്റ് പ്രത്യേകത ഉള്ളത് ഒരെണ്ണം ഉണ്ടാവും. പക്ഷേ സാംസങ് ഇവിടെ വളരെ പ്ലെയിനായിട്ട് ബോർഡ് ചെയ്തു. അത് അല്പം ആവറേജ് ആയിപ്പോയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് യാതൊരുവിധ സവിശേഷതകളും ബിൽഡ് ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം യൂഷ്വലായിട്ട് തന്നെയുണ്ട്. ഒരു ടൈപ്പ് സി പോർട്ട്, ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഒരു സ്പീക്കറുകളിൽ താഴെ വശത്ത് ഒരു മൈക്കുമുണ്ട്. ഇനി മുകളിൽ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമാണുള്ളത്. ഇതിൽ എടുത്തു പറയാവുന്ന സവിശേഷത എന്ന് പറയുന്നത് ഈ ബോഡിയിൽ എല്ലായിടത്തും ഇപ്പം സ്വിച്ചസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഒരു ലീനിയർ ഡിസൈൻ ഉണ്ട്. അതായത് ഒന്നും കണ്ടമാനം ബമ്പ് ചെയ്ത് നിൽക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ആ ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്ലാഷ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എല്ലാം ഒരേ പാറ്റേണിൽ അങ്ങനെ ലയിച്ച് നിൽക്കുന്നുണ്ട്. ക്യാമറാസിൻ്റെ അവിടെ ഒരു ബമ്പോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ അവിടെ ഒരു കുഴിവോ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലസ് ആയിട്ട് പറയാൻ കഴിയും. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ആവറേജ് തന്നെയാണ്. ഇനി സ്ക്രീൻ ആൻഡ് മീഡിയ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിൻറ്റ്സ് ആണ് സ്ക്രീൻ. സാംസങ് അവർക്കറിയാവുന്ന പണി നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് സംതൃപ്തനാണ്. 100-ൽ 100 മാർക്കും കൊടുക്കാം. കാരണം ഇതൊരു TFT ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചില കമ്പനികളുടെ IPS പാനലുകളേക്കാളും നല്ല റിസൾട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കളേഴ്സ് അക്യുറേറ്റ് ആണ്. കോൺട്രാസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. 409 പിക്സൽസ് പെർ ഇഞ്ച് ഇതിന് നൽകുന്നുണ്ട്. സോ കളേഴ്സ് എല്ലാം വളരെ ആക്യുറേറ്റ് ആണ്. നമുക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. ഇത് 480pയിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഇത് തന്നെ നമ്മൾ 180p 60 FPS കൺവേർട്ട് ചെയ്താലോ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. കളേഴ്സൊക്കെ വളരെ വൈബ്രൻ്റ് ആണ്. ഇനി ഇത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇയർഫോണിൽ കൂടെ നല്ല ഔട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മോണോ സ്പീക്കറാണ്. M10ൻ്റെ സ്പീക്കർ അത്രയും സൂപ്പർ അല്ലായിരുന്നു ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ M20യിൽ ഞാൻ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചു. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അത് അത്ര പോലെ. ഞാനൊരു സാമ്പിൾ ഇപ്പോൾ പ്ലേ ചെയ്യാം. Qualcomm Spectra 280 എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. 16 മെഗാപിക്സൽ f1. നിങ്ങളിപ്പോൾ കേട്ട പോലെ തന്നെ താഴെവശത്തുള്ള ഇതിൻ്റെ മോണോ സ്പീക്കർ അത്ര നല്ല ഔട്ട്പുട്ട് നൽകുന്നില്ല. ഈ ഒരു പ്രൈസ് ടാഗിലുള്ള മറ്റ് ഡിവൈസുകൾക്ക് ഇതിനേക്കാളും അല്പം കൂടെ നല്ലൊരു സ്പീക്കർ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതൊരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 4/5 റേറ്റിംഗ് ഞാൻ കൊടുക്കും. ഇനി ഇതിൻ്റെ ക്യാമറാസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഈ ഡിവൈസിൻ്റെ ക്യാമറാസ് എന്നെ ഒത്തിരി ഡിസപ്പോയിൻ്റ് ചെയ്തായിരുന്നു. കാരണം സാംസങ്ങിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി അതൊന്നും വേറെ തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ചതിയായി പോയെന്നായിരുന്നു. നിങ്ങൾ ദയവ് ചെയ്തത് കാണുക. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇപ്പോൾ ഷോ നോട്ടിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്തത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ഗ്രാഹ്യം കിട്ടും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റിയർ ക്യാമറ സ്പെസിഫിക്കേഷൻ നൽകുന്നുണ്ട്. രണ്ടും സ്റ്റാൻഡ് ലോൺ ക്യാമറകളാണ്. അതായത് രണ്ടിനും സെപ്പറേറ്റ് ഫംഗ്ഷനുകളാണ്. രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കില്ല. ഇനി 8 മെഗാപിക്സൽ ഒരു സെൽഫി ക്യാമറ നൽകുന്നുണ്ട്. റിയർ ക്യാമറയിൽ ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോയാണിത്. ഇത് തന്നെ നമ്മൾ വൈഡ് ആംഗിൾ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട്സ് ഇങ്ങനെ ഇരിക്കും. ഇനി ഒരു സാമ്പിളും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇത് 13 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയിൽ എടുത്തതാണ്. ഇനി 5 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയിൽ ഈ പിക്ചർ എടുത്താണ്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ക്യാമറ കോമ്പിനേഷനുണ്ട്. പക്ഷേ ഈ ക്യാമറ കോമ്പിനേഷനുള്ളൊരു വലിയ പ്രശ്നം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഹാർഡ്വെയർ നല്ലതാണ്, പക്ഷേ ഫോക്കസ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു ഞാൻ ഫോട്ടോസ് എടുത്തപ്പോൾ. അത് എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് ഇതിൻ്റെ പഴകിയ ക്യാമറ സോഫ്റ്റ്വെയർ ആണ്. കാരണം J6ലാണ് ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകൾ അവസാനമായിട്ട് നമ്മൾ കണ്ടത്. അത് തന്നെ ഒരു മാറ്റമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, കളർ ആക്യുറസി, ഇതിൻ്റെ കാര്യത്തിൽ വളരെ ദാരുണമായിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി നൈറ്റ് ടൈം ഷോട്ട്സിൻ്റെ കാര്യത്തിലോ
ഒബ്ജക്ട്സ് പ്രോപ്പറായിട്ട് ഫോക്കസ് ആവാത്തതുകൊണ്ട് തന്നെ നൈറ്റ് ടൈം ഷോട്ട്സിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇതുപോലെയൊക്കെയുള്ള റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കാണാൻ നിങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇനി സെൽഫീസിൻ്റെ കാര്യത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ജനറൽ സെൽഫീസിൻ്റെ കാര്യത്തിൽ നല്ല റിസൾട്ടുകളുണ്ട്. പക്ഷേ പോർട്രേറ്റ് മോഡ് ഓണാക്കി നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഇതിന് നൽകുന്നുണ്ട്. സോ ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് സെൽഫീസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇനി പോർട്രേറ്റ് ഷോട്ട്സിൻ്റെ കാര്യത്തിലും സെൽഫീസിൽ കണ്ട പോലത്തെ നമുക്കൊരു ചെറിയൊരു ഇഷ്യൂ, അതായത് ഈ അൺഈവൻ ബ്ലറിങ്, ഹാലോ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നൊരു ഐറ്റം അതിവിടെയുണ്ട്. പക്ഷേ ഞാനത് വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. പ്രൈസിനുള്ള പെർഫോമൻസ് നൽകുന്നുണ്ട്. സെൽഫീസും പോർട്രേറ്റ്സും കൊള്ളാം. പക്ഷേ വീഡിയോയുടെ കാര്യം വരുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഈ ഫുട്ടേജ് കാണുന്നത് നോർമൽ സ്പീഡിൽ ഞാൻ നടന്നുകൊണ്ടെടുത്ത ഫുട്ടേജാണ്. വളരെ ദാരുണമാണ്. കാരണം EIS 8000 രൂപയുടെ റെഡ്മിയുടെ ഒരു ഫോണിലുള്ള ആ ഒരു സിസ്റ്റം പോലും സാംസങ് ഈ ഡിവൈസിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. കോസ്റ്റ് കട്ട് ചെയ്ത് ഇവരെങ്ങോട്ടാണ് ഈ പോകുന്നത്? അറ്റ്ലീസ്റ്റ് എസെൻഷ്യൽ കമ്മോഡിറ്റി എങ്കിലും കൊടുക്കണ്ടേ. ഇനി സെൽഫി ക്യാമറ ഉപയോഗിച്ചുള്ള വീഡിയോസിൻ്റെ കാര്യത്തിലും കഥ ഏകദേശം ഇത് തന്നെയാണ്. സ്റ്റെബിലൈസേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അതില്ലതാനും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളർ ആക്യുറസി, അതുപോലെ തന്നെ നല്ലൊരു ഇമേജ് റീപ്രൊഡക്ഷൻ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ക്യാമറാസിൻ്റെ കാര്യത്തിൽ വളരെ ആവറേജ് ആണ്. ചിലർക്ക് ഇത് ഇഷ്ടമാവണമെന്ന് പോലുമില്ല. ഇനി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളോട് പറയാം. ഇവിടെയാണ് സാംസങ് അല്പം കൂടെ നന്നായിട്ട് ഈ ഡിവൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു പ്രത്യേക ഒരു ഗെയിമിംഗ് ലോഞ്ചറൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പുതിയ ചിപ്പ്, അതൊരു സ്നാപ്ഡ്രാഗൺ 636ൻ്റെ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ചിപ്പാണ്. സോ പെർഫോമൻസ് വളരെ സ്മൂത്തായിരുന്നു. ജനറൽ ടാസ്കുകൾ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും. ഒരു ലാഗും ഞാൻ ഫേസ് ചെയ്തില്ല. നിങ്ങളെല്ലാം സാംസങ്ങിനെ ഹാങ്സങ് എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ദുഷ്പേര് സാംസങ്ങിനുണ്ട്. പക്ഷേ അത് നമുക്കിവിടെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഗെയിം ലോഞ്ചർ വളരെ എഫിഷ്യൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബാലൻസ്ഡ് പെർഫോമൻസ്, അല്ലെങ്കിൽ പവർ എഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ലെവൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. അതനുസരിച്ച് ബാറ്ററി കുറയത്തുള്ളൂ. സോ 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ നന്നായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഗെയിംസിൻ്റെ കാര്യത്തിലെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു റിസൾട്ട് നൽകുന്നുണ്ട്. റെഡ്മി Note 5 Proൻ്റെ ഒക്കെ ഒരു ലെവലിൽ. Note 5 Pro ഒന്നുകൂടെ കേട്ടോളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ചില ബെഞ്ച് മാർക്ക് ആപ്പുകളും ചില ഡിവൈസ് അനാലിസിസ് ആപ്പുകളും ഇതിൻ്റെ പ്രോസസ്സറിനെ 704 അല്ല 7885 ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതൊരു ഒക്ടാ കോർ ചിപ്സെറ്റാണ്. 14 നാനോമീറ്ററിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് നന്നായിരിക്കും. ഓവറോൾ എഫിഷ്യൻസിയും നന്നായിരിക്കും. ARM-ൻ്റെ A73 ഉള്ള 2 കോറുകളും A53 6 കോറുകളും ഉണ്ട്. അതുപോലെ തന്നെ Mali G71 എന്ന് പറഞ്ഞുള്ള ഒരു GPU ആണ്. ഇത് വളരെ നല്ലൊരു GPU അല്ല. പക്ഷേ നമ്മുടെ അത്യാവശ്യം പബ്ജിയും അതുപോലെ ആസ്ഫാൽറ്റും PES 2019 കളിക്കാം. ഒരു മീഡിയം ഗ്രാഫിക്സിൽ പബ്ജി വലിയ ലാഗില്ലാണ്ട് ഇതിനകത്ത് ഓടുന്നുണ്ട്. എന്നെക്കാളും വലിയ റിവ്യൂസൊക്കെ അത് ചെയ്തിട്ടുണ്ട്. സോ അവരുടെയൊക്കെ ഗെയിമിംഗ് റിവ്യൂസ് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ ലഭിക്കും. സോ പണ്ട് സാംസങ് അവരുടെ ഡിവൈസുകളിൽ ഒത്തിരി സെൻസേഴ്സ് ഒന്നും കൊടുക്കില്ലായിരുന്നു. പക്ഷേ M20യുടെ കാര്യത്തിൽ അത് ഒത്തിരി വ്യത്യാസമാണ്. ആവശ്യത്തിനുള്ള എല്ലാ സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ജനറൽ ഡേ ടു ഡേ ടാസ്കുകളെല്ലാം നല്ല സൂപ്പറായിട്ട് പോകും. ഗെയിമിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകും. സോ റേറ്റിംഗ് 4 out of 5. ഇനി സോഫ്റ്റ്വെയർ ആൻഡ് ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയാം. ഇത് നമ്മളെയൊക്കെ ഒത്തിരിയേറെ ബാധിക്കുന്നൊരു സംഗതിയാണ്. ഈ കാര്യത്തിൽ സാംസങ്ങിന് തീർച്ചയായിട്ടും ഞാൻ ഒരു കൈയടി കൊടുക്കും. കാരണം സോഫ്റ്റ്വെയറിൽ ഇവർ ചില അഡീഷണൽ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരിയേറെ സമയം ലാഭിക്കുന്ന, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷൻ അവരുണ്ടാക്കുന്നുണ്ട്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ UI നൽകുന്നത്. ഒത്തിരി ബ്ലോട്ടുകളില്ല. സാംസങ്ങിൻ്റെ കുറേ ആപ്ലിക്കേഷനുകളുണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. പക്ഷേ അതൊന്നും വലിയ ഇഷ്യൂസ് അല്ല. നമുക്കതൊക്കെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓവറോൾ നല്ല ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നുണ്ട്. M20യുടെ സെറ്റിങ്ങിൽ അഡ്വാൻസ് സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് 2-3 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കും. ഇപ്പോൾ ഡ്യുവൽ മെസ്സഞ്ചർ, അതായത് ഇപ്പം 2 വാട്സപ്പ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പണ്ടൊക്കെ പാരലൽ സ്പേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ലോക്ക് ആൻഡ് മാസ്ക് ആപ്സ്, അതായത് നമുക്ക് ആപ്പുകൾക്ക് ലോക്ക് ഇടാൻ കഴിയും. സോ ഇങ്ങനെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സോ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു UI തന്നെ നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ഇത് കുറച്ചും കൂടെ മുമ്പ് സാംസങ് ലോഞ്ച് ചെയ്യേണ്ട ഒരു ഡിവൈസ് ആയിരുന്നു. പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ടോ? ഉണ്ട്. 3GB 32GB കാര്യത്തിൽ. ഇപ്പോൾ റെഡ്മി Note 7 വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ 13,000 രൂപ വേരിയൻ്റ് എടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നെനിക്ക് സംശയമാണ്.
എൻ്റെ കൺക്ലൂഡിങ് കമൻറ്റ്സ് ഇതാണ്. സാംസങ് ഒത്തിരി നാൾ മുമ്പേ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഡിവൈസുകൾ കൊണ്ടുവരണ്ടായിരുന്നു. സാംസങ് വല്ലാതെ വൈകിപ്പോയി, സമയം ഒത്തിരി കഴിഞ്ഞു പോയി സാംസങ്. ഇനി സാംസങ്ങിന് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇത് മറ്റു കൂട്ടുകാരെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.